Eastern Madhuram Payasarani, powered by Muthoot Finance and Ramraj Dhotis, Shirts and Vests, in association with Swayamvara Silks, Indira Dairy and Handtex. അപ്പോൾ ഇന്ന് നമ്മളുടെ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് പായസറാണിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം പ്രശസ്ത സിനിമാ നടൻ ശ്രീ കൃഷ്ണയുമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണയെ വിളിക്കാം. കൃഷ്ണ, പ്ലീസ്. ഹലോ. അപ്പോൾ ഈ ഓണക്കാലം, ഓണം ആഘോഷമാക്കാനായിട്ട് മൊത്തമായിട്ടൊരു ഓണം ഫീൽ തുടങ്ങിക്കഴിഞ്ഞു. കൈരളി ഇങ്ങനെ ഒരു പായസറാണി മത്സരം നടത്തിയത് തന്നെ എത്ര മനോഹരമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? ഒരു ഫെസ്റ്റിവൽ ഫീല് അത് നിങ്ങളിലേക്കും എത്തുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഫസ്റ്റ് റൗണ്ട് നമുക്ക് എന്താ പറയാ, ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു. പക്ഷേ നല്ല കുറെ കണ്ടസ്റ്റൻസ്, എല്ലാവരും ഒരുവിധം നന്നായിട്ട് തന്നെ വ്യത്യസ്തമായ ടേസ്റ്റുകളായിരുന്നു. പക്ഷേ സെക്കൻഡ് റൗണ്ട് എങ്ങനെയായിരിക്കും ചേച്ചി? എനിക്കറിയില്ല, അത് ഭയങ്കര ടഫ് ആകാം. ഓരോ പറയാൻ പറ്റില്ല, കാര്യം കണ്ടസ്റ്റൻസ് അങ്ങനെ 6 പേര് നമ്മളങ്ങനെ റാൻഡമായിട്ട് ചൂസ് ചെയ്തതല്ലേ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പുലികൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 6 പേരും ഈക്വലി കൂടാണെങ്കിൽ പോലും ചിലപ്പോൾ 3 പേർക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം. എന്തായാലും അവരെ കാണാം, അവരെ പരിചയപ്പെടാം. ഓക്കെ, അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായസറാണി മത്സരത്തിൻ്റെ സെക്കൻഡ് പ്രിലിമിനറി റൗണ്ടിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ്, അങ്ങനെ 6 കണ്ടസ്റ്റൻസിനെ നമുക്ക് ക്ഷണിക്കാം മത്സരത്തിനായിട്ട്. അപ്പോൾ ആസ് സച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്കിലും ഇതൊരു സെക്കൻഡ് എപ്പിസോഡ് എന്നുള്ള നിലയ്ക്ക് ഒന്നുകൂടി പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ഓൺ റെസിപ്പി. നിങ്ങൾ 6 പേരും മത്സരിക്കുന്നു. ഇതിൽ നിന്നും ഒരു 3 ആൾക്കാർ അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ട് മത്സരിക്കുക. ഉഷാർ. കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നെക്സ്റ്റ് റൗണ്ടെങ്കിലും മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഷഹന സാജു, ആലപ്പുഴയിലെ ആര്യകുറ്റിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പായസറാണി കോമ്പറ്റീഷനിൽ ഒരു പായസം റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കണ്ടൻസ് മിൽക്ക്, നട്ട്സ്, പാല്, ഷുഗർ, സവ്വരി, നെയ്യ്, നട്ട്സ് ഞാൻ എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഉപ്പ് വേണം, കുറച്ച് സാഫ്രോൺ. ആദ്യം സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഹലോ ഷഹന. ഹലോ. ഹായ്. എന്താണ് തയ്യാറെടുപ്പ്? പായസം. എന്ത് പായസം? സ്വീറ്റ് പൊട്ടറ്റോയും ക്യാരറ്റും പിന്നെ നട്ട്സൊക്കെ കൂടിയിട്ട് ഒരു പായസം. സാഫ്രോൺ ചേർത്തിട്ടുണ്ട് അതിൽ. എന്താ പേര് കൊടുത്തിരിക്കുന്നത്? സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ നട്ട് പായസം. പുതിയ പേരാണ്. തിക്കായിട്ടിരിക്കണം. ഇത് തണുപ്പിച്ച് കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ. ചൂടോടുകൂടി കഴിക്കണമെന്നല്ല, തണുപ്പിച്ച് ഒരു ഐസ്ക്രീം പോലെ കഴിക്കും. ഞാൻ തന്നെ ഉണ്ടാക്കിയ റെസിപ്പിയാണ്. വീട്ടില് ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുണ്ട്. വെക്കാം, കുഴപ്പമില്ല. അത് നല്ല സ്വീറ്റ് പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ നല്ലോണം നെയ്യിലിട്ട് വഴറ്റി എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇനിയും വരാം. ഓക്കെ. നേരത്തെ കുക്ക് ചെയ്ത് വെച്ച സ്വീറ്റ് പൊട്ടറ്റോ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് ഈ ഉടച്ചെടുത്ത സ്വീറ്റ് പൊട്ടറ്റോ ഒരു പാനിലിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. സ്വീറ്റ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാലൊഴിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സ്വീറ്റ് പൊട്ടറ്റോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. ഇത് നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ, ബദാം, പിസ്തയും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായി കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സാഗോയും കൂടി ഞാൻ കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ, ഒരു പിഞ്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം പോരാ, അപ്പോൾ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം തിളച്ച് സാഗോ ഒക്കെ ഒന്ന് കുക്കായി വരട്ടെ.
ഇത് നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടിലും ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പായസത്തിൽ ഉപ്പ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ബാലൻസായി നിൽക്കുള്ളൂ. എന്തായി? റെഡി ആയിട്ടുണ്ട് പായസം. ഇനി കാഷ്യും ബദാമും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഫൈനൽ സ്റ്റേജ് അല്ലേ? ഫൈനൽ സ്റ്റേജ്. ഇതെന്തായിരുന്നു? ഇത് പിസ്ത, കാഷ്യൂ എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നല്ല റിച്ച് പായസം, അടിപൊളി. ഇത് മിൽക്ക് മെയ്ഡ്. മിൽക്ക് മെയ്ഡ്, സാഫ്രോൺ എല്ലാം ചേർത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടുവന്നു അല്ലേ അവിടെ നിന്ന്? കൊണ്ടുവന്ന്. അപ്പം ഇനി ആ ലാസ്റ്റ് പാർട്ട്. ഇപ്പം നമ്മുടെ പായസം ഇവിടെ കറക്റ്റ് കുറുകി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കാഷ്യൂ ബദാമും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കണം. പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. ഈ പായസം ചൂടോടുകൂടി കുടിക്കുന്നതിന് നല്ല തണുപ്പിച്ച് കുടിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം, ലൂസാക്കരുത്, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഹായ്, ഞാൻ താഹിറ സിദ്ദീഖ്. ഞാൻ തലശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം ശംഖുപുഷ്പത്തിൻ്റെ പായസം. ഇതിൻ്റെ സാധനങ്ങളാണ് ശംഖുപുഷ്പം, ഇളനീർ, ഈത്തപ്പഴം, ബദാം, അണ്ടിപ്പരിപ്പ്, സ്മീസ്, ബദം, ചക്ക വരട്ടിയത്, പനങ്കലക്കണ്ടി, ചൊവ്വരരി, ഗീ, പാല്. തലശ്ശേരി ഫ്രം തലശ്ശേരി. അപ്പോൾ താഹിറയുടെ പായസം എന്താണ്? ശംഖുപുഷ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, ശംഖുപുഷ്പം. അപ്പോൾ ശംഖുപുഷ്പത്തിന്റെ പൂവാണല്ലോ, പൂവ് ഒരു ബ്ലൂ കളറല്ലേ വരിക? പായസത്തിന്റെ കളർ എന്താവും? ബ്ലൂ കളർ. പക്ഷേ അതിൻ്റെ ഫ്ലേവർ കുറച്ച് കളർ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ, അത് സാധ്യത. ഓക്കെ, അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരിക? അതിൻ്റെ ചക്ക വരട്ടിയത്, ഈത്തപ്പഴം, വെറൈറ്റീസ്, പിന്നെ ഇത് ബദം, എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് ആണല്ലേ? സോ മെനി. പിന്നെ ആപ്പിള്, ബദം, ആപ്പിള്, ഈത്തപ്പഴം. ഒരു വൈറ്റ് കാണുന്ന എന്താ? വൈറ്റ് ഇതാ, ഇത് ഇളനീർ. അതുകൊണ്ട് ക്രഷ് ചെയ്തിട്ട്. സത്യം. എന്താ പേര് കൊടുത്തിരിക്കുന്ന പായസത്തിന്? ശംഖുപുഷ്പം. എല്ലാം ഇതിന്റെ ഇതും കൊടുത്തിന്. ഏതിന്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിൽ വരുന്നത്? മുന്നിൽ ഇത് ചക്ക വരട്ടി, ഇതെല്ലാത്തിന്റെ ഫ്ലേവർ എല്ലാം മിക്സഡ് എല്ലാം മുന്നേ വരും. നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലേ? ഓക്കെ, എന്തായാലും തുടങ്ങിക്കോളൂ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്നാൽ ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് ഗീ ഇട്ട് അണ്ടിപ്പരിപ്പും വഴറ്റി എടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ആദ്യം ആപ്പിൾ കറുത്ത് പോകുന്നത് കൊണ്ടാണ് റെഡിയാക്കേണ്ടതുണ്ട്. ഇനി ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് വഴറ്റി എടുക്കണം. ആപ്പിൾ വഴറ്റുന്നുണ്ട്. ആപ്പിൾ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇനി അടുത്തത് ചൊവ്വ അരി വേവിക്കൽ. ഒരു പിഞ്ച് ഉപ്പിടുന്നുണ്ട് ഇതിൽ, ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാനാണ് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതൊരു ബൗളിൽ മാറ്റുന്നുണ്ട്. ഇനി അടുത്തത് പാലൊഴിക്കുന്നുണ്ട്. ഇതിൽ ശംഖുപുഷ്പം ഇടുന്നുണ്ട്. നല്ല ഇതിൻ്റെ ഫ്ലേവർ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. തീ ഓഫാക്കുന്നുണ്ട്. ഈ ശംഖുപുഷ്പം ഇട്ട പാല് വേറൊരു ബൗളിൽ മാറ്റുന്നുണ്ട്. അടുത്തത് പാലൊഴിക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. ആദ്യം ആക്കി വെച്ച ചൊവ്വരി ഈ പാലിൽ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം അടിക്ക് പിടിക്കാതെ നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലവണ്ണം കുറുകി വരുന്നുണ്ട്. കുറുകിയതിന് ശേഷം വേണം അടുത്ത സാധനങ്ങൾ ഇടാൻ. ഇനി അടുത്തത് ഇടാൻ പോകുന്നത് ഈത്തപ്പഴം അരച്ച് വെച്ചതാണ്. ഇനി അടുത്തത് ചക്ക വരട്ടിയത് ചേർക്കുന്നുണ്ട്. നല്ലോണം വഴറ്റിയെടുക്കുക.
അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ചക്ക വരട്ടിയതൊട്ട് ഈത്തപ്പഴം അടിച്ച് വെച്ചതൊട്ട് ഇനി അടുത്തത് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിലാക്കിയിട്ടാണ് വഴറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നല്ലോണം ചെറിയ തീയിൽ നല്ല സാവധാനം വഴറ്റുക. ഈ മധുരത്തിൻ്റെ ബാലൻസിനായി ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ ഉപ്പ് എല്ലാ സ്ഥലത്തും പൊടിക്കുന്നത് വരെ നല്ല വണ്ണം വഴറ്റുക. നല്ലോണം വഴറ്റി ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇളനീർ ക്രഷാക്കിയത് ഏറ്റവും ലാസ്റ്റാണ് ഇടേണ്ടത്. ഇനി അത് ഇതിൽ ഇടയും. നല്ലോണം വഴറ്റി കൊടുക്കുക. പായസം കുറുകി വരുന്നുണ്ട്. ഇനി അടുത്തത് ശംഖുപുഷ്പത്തിൻ്റെ പൂവെല്ലാം മാറ്റുക. ഇനി ഇതിൽ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച പാല് ഒഴിക്കുന്നുണ്ട്. നല്ലോണം ഇളക്കുക. പായസം റെഡിയായി. ഇനി ലാസ്റ്റ് ഇടുന്ന ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി ഇട്ട് നല്ലോണം തീ ഓഫ് ചെയ്യുക. ഇനി നല്ല പച്ച നിറം. പിന്നെ ഒരു കല്യാണത്തിന്റെ ഒരു ഇതുണ്ടല്ലേ, ഫീലിംഗ് ഉണ്ട്. മണം, പായസത്തിന്റെ മണം. ഇത് എന്തായിരുന്നു അതിനകത്ത് ആ ഗ്രീൻ കോഷ്യന്റ് പറഞ്ഞാല് ശംഖുപുഷ്പം. അത് വന്നപ്പോൾ കളർ ഇങ്ങനെയായി. ശംഖുപുഷ്പം, ഈ ചക്ക വരട്ടിയത് എല്ലാം കൂടി വന്നപ്പോൾ ആ ഒരു കളർ. ഈത്തപ്പഴം, ബദാം അരച്ചത്, എല്ലാം കൂടി മിക്സ്. പിന്നെ ഇളനീർ ക്രഷ് ചെയ്തത്, വരുന്നുണ്ട്. പല പല ഫ്ലേവേഴ്സാണ് കേട്ടോ. ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടത്. നന്നായി വരുന്നുണ്ട് അല്ലേ, ഗംഭീരമായിട്ട്. ഇനി എന്താ ബാക്കിയുള്ള കുറച്ച്? ഇനി ഒന്നുമില്ല. ഇനി ഇതിൽ സേവ് ചെയ്യാം. ലാസ്റ്റ് ഗാർണിഷിങ്. പായസം റെഡിയായി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പായസ റെസിപ്പിയും കൊണ്ടാണ്. നമ്മളിന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ള പായസം മഷ്റൂം സീതപ്പഴം മുക്കുറ്റി പായസമാണ്. പുതിയൊരു റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ സീതപ്പഴം അതിൻ്റെ കുരു കളഞ്ഞെടുത്തതാണ്. പിന്നെ സെക്കൻഡ് വരുന്നത് മഷ്റൂം നമ്മൾ അടയുടെ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ അവിലാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാണ്ട് തന്നെ മിൽക്ക് പൗഡർ ഉണ്ട്. പിന്നെ ഉള്ളത് മില്ലറ്റും അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചിട്ടുള്ളതാണ്. പഞ്ചസാര, കൂടാണ്ട് മുക്കുറ്റി നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ, നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് മഷ്റൂം അരച്ചെടുത്തതാണ്. മലപ്പുറം. യെസ്, മലപ്പുറത്തുനിന്ന് വരെ ആൾക്കാർ വന്നിരിക്കണം. അല്ലെ ചോക്കു, തലശ്ശേരി, മലപ്പുറം, നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലേ ഈ പാചകം, കോമ്പറ്റീഷൻ. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിക്കണം. എവിടെ ഉണ്ടെങ്കിലും എന്ത് റിസ്ക് എടുത്തും പോകും. ടിക്കറ്റ് ഞാൻ ലാസ്റ്റാണ് കൊടുത്തത്. കിട്ടാനും ലേറ്റായി, പക്ഷെ ടിക്കറ്റും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നോക്കിയിട്ട് രക്ഷയുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആരോ വിളിച്ച്, വേറെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് കഷ്ടപ്പെട്ട് എത്രയും സ്ട്രഗിൾ ചെയ്താ വന്നേ. ഭയങ്കരമായിട്ട് ടെൻഷനായി പോയി. സന്തോഷം, എന്തായാലും വന്നല്ലോ. ഓക്കെ, അപ്പൊ എന്ത് പായസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? മഷ്റൂം സീതപ്പഴം മുക്കുറ്റി പായസം. മഷ്റൂം സീതപ്പഴം മുക്കുറ്റി. അപ്പൊ കുറച്ചൊരു മുക്കുറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഹെൽത്തി അല്ലേ? അത് ഒരുപാട് രോഗങ്ങൾ. കസ്റ്റർഡ് ആപ്പിൾ വെച്ച് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കസ്റ്റർഡ് ആപ്പിൾ. ആ സ്വീറ്റ് ഓൾറെഡി അതിനകത്തുണ്ടല്ലോ അല്ലേ? പിന്നെന്താ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് പായസത്തില്? പിന്നെ പഞ്ചസാരയാണോ ശർക്കരയാണോ? പഞ്ചസാരയാണ് കൊടുത്തത്. പഞ്ചസാര മിൽക്ക് മേഡും കൂടെ. ഓക്കെ, പിന്നെ പശുവും പാലായിരിക്കും അതോ? പശുവും പാലും കൊടുത്ത് പിന്നെ നമ്മളതിലേക്ക് ഈത്തപ്പഴവും അങ്ങനെ അണ്ടിപ്പരിപ്പും കൂടെ ചെയ്യാനാണ്. മഷ്റൂം എന്താ ചെയ്തിരിക്കുന്നത്? മഷ്റൂം സോട്ട് ചെയ്ത് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ട്. മഷ്റൂം പായസം അങ്ങനെ അധികം കാണാറില്ലല്ലോ. എനിവേ, സന്തോഷം. ഈ കോമ്പിനേഷൻ ഇസ് വെരി റയർ. നമുക്ക് അല്ലേ സംതിങ് ഡിഫറെന്റ്. അതൊക്കറിയാം, പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം പങ്കെടുക്കുക എന്നുള്ളത്. വളരെ സന്തോഷം. അപ്പോൾ അതാണ് സ്പിരിറ്റ് അല്ലേ? വിൻ ചെയ്യുന്നതിനെക്കാട്ടിലും പാർട്ടിസിപ്പേഷൻ. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നടക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാല് ഒന്ന് കുറുക്കിയെടുക്കാം. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്.
പാല് കുറുകി വന്നിട്ടുണ്ട്. നമ്മളതിന് ഇറക്കി വെച്ചിട്ട് പായസത്തിൻ്റെ മിക്സ് ആഡാക്കാൻ പോവുകയാണ്. ഫസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്തു. അതിനോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു അല്പം ബട്ടറും കൂടെ ഇടക്കി കൊടുക്കുക. എന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, മുന്തിരിയും കൂടെ വറുത്തെടുക്കുക കേട്ടോ. നമ്മളിപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതേ പാനിലേക്ക് തന്നെ മഷ്റൂം നമ്മൾ അടയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളാണ് നമ്മൾ മഷ്റൂം എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വെള്ളം വാർന്ന് പോകുന്ന ഇത്ര സമയം എന്ത് ചെയ്യണം, നമ്മളത് വറുത്ത് കൊടുക്കണം. ഇത് നമ്മൾ മഷ്റൂം അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 2 സ്പൂണ് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പായസം നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പായസറാണി മത്സരം അതിൻ്റെ ഒരു ആഡ് കണ്ടപ്പോൾ തന്നെ വലിയൊരു റെസിപ്പി അയച്ചു. സെലക്ട് ആയി എന്ന് കണ്ടപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുപാട് പാചക റാണിമാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പരീക്ഷണം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മില്ലറ്റിൻ്റെ അവലാണ്. ഞാൻ വീട്ടിൽ പരീക്ഷണം നടത്തി നോക്കിയതൊക്കെ മില്ലറ്റിൻ്റെ അരി വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഷോപ്പിൽ പോയപ്പോഴാണ് മില്ലറ്റിൻ്റെ അവൽ കണ്ടത്. എനിക്ക് തോന്നി അവലൊന്നും കൂടെ ചെയ്യാൻ എളുപ്പമാണ്, ഒന്നും കൂടെ സോഫ്റ്റുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവൽ സെലക്ട് ചെയ്തത്. നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അടക്കാൻ പോകുന്നത് മുക്കുറ്റിയാണ്. മുക്കുറ്റി പിഴിഞ്ഞെടുത്ത് ചാറാണ്. ഉള്ളൊരു ഹെൽത്തി ഇതിലേക്ക് കുറുക്കി വെച്ച പാല് ചേർത്ത് കൊടുക്കുക. മില്ലറ്റും എല്ലാം ഒന്ന് പാലിൽ മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. ഷുഗർ ആഡ് ചെയ്യുക. ഇത് മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ നമ്മൾ ചൂട് പാലൊഴിച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യാം, ഇതും കൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സീതപ്പഴമാണ്. സീതപ്പഴം പല നാട്ടിലും പല പേരിലാണ്. ഞങ്ങൾ ഈനാമ്പഴം എന്നാണ് പറയുക. അല്പം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യണം, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടുണ്ട്. ഈ മിക്സിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞിരുന്നു അണ്ടിപ്പരിപ്പ്, മില്ലറ്റ്, രാവിലെ പൊടിച്ചത്, അതിൻ്റെ കൂടെ ഒരു അല്പം ഈത്തപ്പഴം കൂടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ കയറാം. യെസ്, ഇവിടെ എന്തായി തീർന്നിട്ടുണ്ട്. ഇതൊക്കെ അതിനകത്ത് ഇടാനായിട്ട് അല്ലേ? ഈത്തപ്പഴം, ചെറിയ ചെറിയ ബോൾസ് ഉണ്ട്. അണ്ടിപ്പരിപ്പ്, പിന്നെ മില്ലറ്റിൻ്റെ അവലും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചത്. എല്ലാം ഒരുപോലെ അല്ല, പക്ഷെ ഡിഫറെന്റ് ആണ്. ഇതിൽ കണ്ടിട്ട് കളർ സ്കീമൊക്കെ സിമിലർ ആണ്, പക്ഷെ എനിക്ക് ടേസ്റ്റ് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. കാര്യം ഇൻഗ്രീഡിയൻസ് മാറുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഓക്കെ, carry on. നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മിക്സ് ഇപ്പോൾ ഇതിലേക്ക് ആഡാക്കുന്നില്ല. നമ്മൾ സർവിംഗ് ബോളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഹായ്, എൻ്റെ പേര് ഷഹല. ഞാൻ കോട്ടക്കലിൽ നിന്നാണ് വരുന്നത്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായ ശർക്കര വരട്ടി പായസമാണ്. അപ്പം അതിനുള്ള സാധനങ്ങളാണ് കായ ചെറുതായി അരിഞ്ഞു വെച്ചത്, ശർക്കര, 1 കപ്പ് തേങ്ങാപ്പാൽ, ചെറുപയറിൻ്റെ പരിപ്പ്, തേങ്ങാക്കൊത്ത്, ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, 1 നുള്ളു ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം നെയ്യിൽ ചെറുപയറും പരിപ്പ് വറുത്ത് കോരാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യിട്ടിട്ട് നമുക്ക് ചെറുപയറും പരിപ്പ് വറുത്ത് കോരാം. ചെറു തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഹലോ ഷഹന. ഷഹന ഫ്രം കൊട്ടയ്ക്ക്, അതായത് മലപ്പുറം. ഓക്കെ,
മലപ്പുറം ഡിസ്ട്രിക്ട്. ഇങ്ങനെ നോർത്ത് കേരളയിൽ നിന്നൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ? ഇത്രയും നിങ്ങൾ ദൂരമായിട്ട് അവർ വന്നു പാർട്ടിസിപ്പേറ്റ്. എന്താ കാര്യം, ഭയങ്കര ഇഷ്ടമാണോ കുക്കിംഗ്? കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു വേദിയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വളരെ സന്തോഷമാണ്. അപ്പം വിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതൊരു പാർട്ടിസിപ്പേഷൻ ആയിട്ടാണ് വിചാരിക്കുന്നത് അല്ലേ? അത് എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ടാക്കുന്ന ഡിഷ് ഏതാണ്? ബിരിയാണി. എക്സ്പേർട്സ് ആയിരിക്കും. അയ്യോ ഒന്നും പറയണ്ട. ബിരിയാണി സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ പായസം ഒരു കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ഓ വെരി ഗുഡ്. ഇത് ക്ലൗഡ് കിച്ചൺ ആണോ നടത്തുന്നത് അതോ സ്വന്തമായിട്ട്? ഇത് ഇന്നിപ്പോൾ എന്താ പ്ലാൻ ചെയ്തേക്കുന്നത്? പച്ചക്കായ നേന്ത്രക്കായ കൊണ്ടൊരു പ്രഥമൻ. നേന്ത്രക്ക പ്രഥമൻ പായസം. അതിൻ്റെ കൂടെ എന്താ ചേർക്കുക? ചെറുപരിപ്പ്. ഇത് ഈ പായസം കേറ്ററിംഗിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ അതോ ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ടൊന്ന് ചെയ്തതാണ് നമ്മുടെ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്? ഓക്കെ, നൈസ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വരാം. ചെറുപയർ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ പച്ചക്കായ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇത് നെയ്യിൽ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ പച്ചക്കായ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ കറയുടെ ആ രുചിയൊക്കെ പോയി കിട്ടുള്ളൂ. കോരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കോരിയെടുക്കാം. ഈ ചെറുപയറിൻ്റെ പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. ഈ വെള്ളം തിളച്ച് വരണം. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് പരിപ്പ് ഇടേണ്ടത്. നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുപയർ പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരയും അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. നേന്ത്രക്കായ് ചെറുതായി അരിഞ്ഞ് വറുത്ത് കോരിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കായ വരട്ടുന്ന പോലെയാണ് ഇത് ചെയ്യേണ്ടത്. കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചെറുപയർ പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഇതിലോട്ട് പാല് ഒഴിച്ചു കൊടുക്കണം. ഏത് സ്റ്റേജ് എത്തി? കുറച്ച് ശർക്കര വേവിച്ചു. നേന്ത്രക്കായ നെയ്യിൽ വരട്ടി വെച്ച് ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയി അല്ലേ? ചെറുപയർ നേന്ത്രക്കായ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കുനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അട പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. പാലടയുടെ പോലെ അല്ലേ? ചെറിയ പീസസ്. അട പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, നെയ്യ് ഒഴിക്കുക. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണിത്. അതിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. നമ്മൾ കാഷ്യൂ റെഡി ആയിട്ടുണ്ട്, നെയ്യിൽ മൂപ്പിച്ചെടുത്തത്. ഇനി നമ്മൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കായവരട്ടി പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. I am Mrs. Lakshmi Narayanan
ഞാൻ ഈ പായസറാണി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ് പായസം, കടും പായസം എന്നെല്ലാം പറയും. ആ ഒരു പായസമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്, പിന്നെ കോക്കനട്ട്, പിന്നെ ശർക്കര, ഉണക്കലരി, കാഷ്യൂ ആൻഡ് കിസ്മിസ്. ഓക്കെ, അപ്പോൾ ലക്ഷ്മി നാരായൺ ഫ്രം തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൻ്റെ റെപ്രസെൻറ്റേഷനായി. ഓക്കെ, എന്താണ് സംഗതി? അതായത് പായസം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണോ, പാചകമാണോ, എല്ലാ ടൈപ്പ് ഓഫ് കുക്കിങ്ങും ഇഷ്ടമാണോ? കുക്കിംഗ് പൊതുവേ ഇഷ്ടമാണ്. പായസം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. പാഷനായിട്ട് ഉണ്ടാക്കാറുണ്ട്. പാഷനാണ് ഒരു കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പാഷൻ പോലെയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു കോള് വന്നപ്പോൾ പെട്ടെന്ന് ശരിയെന്ന് പറഞ്ഞ് വന്നതാണ്. കുറച്ച് എന്താ പറയുക, ട്രാവലിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എങ്കിൽ പോലും എല്ലാം വളരെ പെട്ടെന്ന് അപ്പോൾ അതൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. കോമ്പറ്റീഷൻസിന് മുന്നേ പങ്കെടുക്കാറുള്ള ആളാണോ അതോ അത്ര ഫ്രീക്വന്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ മീഡിയ ലെവലിൽ കോമ്പറ്റീഷൻ ഇതാണ് ഫസ്റ്റ് ടൈം. അതിന് വരാൻ പറ്റിയിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിലും. പിന്നെ അല്ലാതെ ഗ്യാതറിങ്, ലേഡീസ് ഗ്യാതറിങ് അങ്ങനെയുള്ളതിൽ കുറച്ചൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്ത് പായസമാണ് പ്ലാൻ ചെയ്യുന്നത്? ഇതൊരു കടും പായസം, നെയ് പായസം എന്നൊക്കെ പറയില്ലേ, ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു നെയ് പായസമാണ് പ്ലാൻ ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സും കോക്കനട്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ കോക്കനട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് രണ്ടും ഫ്രൈ ചെയ്ത് വെച്ച ശേഷം പായസത്തിനുള്ള അരി ഇതിൽ വേവിക്കാനായിട്ട് വെക്കും. ഇതൊരു ട്രഡീഷണൽ പായസമാണ്. ഇപ്പം ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു. 2 ഇൻഗ്രീഡിയൻസ് കോക്കനട്ടും കാഷ്യൂവും കിസ്മിസും. ഇനി അടുത്തത് ഈ അരി ഇതിലോട്ട് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക. പായസത്തിനുള്ള അരി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് വേവിക്കുക. അത് വെന്ത് കഴിയുമ്പം എടുക്കാവുന്നതാണ്. ഒരു 3-4 വിസിൽ വരുമ്പം കുക്കർ എടുക്കാവുന്നതാണ്. അരി ശരിയായിട്ടുള്ള വിസിൽ 4 വിസിൽ, അപ്പോൾ അത് വേവും. ഇനി അടുത്തത് ശർക്കര ഉരുക്കാനായിട്ട് വെക്കുകയാണ്. ഇവിടെ അടുപ്പിൽ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മെൽറ്റ് ചെയ്ത ശേഷം ഇത് കുക്കർ തുറക്കാറാവുമ്പോൾ കുക്കർ തുറന്നിട്ട് അതിലോട്ട് മെൽറ്റ് ചെയ്ത ശർക്കര ഒഴിക്കുക. അതിനുശേഷം ആ റൈസും മെൽറ്റ് ചെയ്ത ശർക്കരയും അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ, അത് മിക്സ് ആവുന്നവരെ അടുപ്പിൽ വെക്കുക. അതിനുശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട്, പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അത് രണ്ടും അതിലോട്ട് ഇടുക. ഏലക്കാപ്പൊടിയും ചേർക്കണം. അത് കഴിഞ്ഞ് ഒരു സെർവിങ്, ഏതിലാണോ സെർവ് ചെയ്യുന്നത് അതിലോട്ട് മാറ്റുക. പായസത്തിൻ്റെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി പായസത്തിൻ്റെ വെന്ത റൈസ് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ശർക്കര അതിലൊഴിച്ച് നെയ്യും ഒഴിച്ച് കുറച്ച് നേരം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വറ്റിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നന്നായിട്ട് വറ്റണം എന്നില്ല. കടും പായസം, കിസ്മിസും അണ്ടിപ്പരിപ്പും ഈ കോക്കനട്ടും ഇടുക. ഈ അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. നെയ് പായസം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജായി. ഇനി ഈ പാത്രത്തിൽ നിന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാവുന്നതാണ്. ഇവിടെ എന്തായി ഈ സ്റ്റേജ്? കടും പായസം ഏതാണ്ട് ആയിട്ടുണ്ട്, ഏകദേശമായി വരുന്നു. ഓക്കെ, എളുപ്പമായിരുന്നോ ചെയ്യാനായിട്ട്? ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആദ്യം തീരുന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയ ആളാണ് ഓൾമോസ്റ്റ്. വീട്ടിൽ വിശേഷങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കാറുണ്ട് പായസം, പരീക്ഷിക്കാറുണ്ട്, എന്നാലും ഉണ്ടാക്കാറുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി. ഓക്കെ, നൈസ്. ഓക്കെ,
ഹലോ, എൻ്റെ പേര് ഷീല സോമൻ. ഞാൻ പാലക്കാട് ജില്ലയിൽ തൃത്താലയ്ക്കടുത്ത് ആലൂരിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നുള്ളിപ്പുട്ട് കടലപ്രഥമൻ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. തനി നാടൻ ട്രഡീഷണൽ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ കടലപ്പരിപ്പ് വേണം, പ്രഥമൻ കടലപ്രഥമൻ, പിന്നെ അതിൻ്റെ ഒപ്പം നുള്ളിപ്പുട്ട്, ചെറുപഴം, അരിപ്പൊടി കുറച്ചിട്ടുള്ള നുള്ളിപ്പുട്ട് അതിൽ ചേർക്കുന്നുണ്ട്, പിന്നെ ക്യാരറ്റ്, ശർക്കര, പിന്നെ നാളികേരക്കൊത്ത്, പിന്നെ ഈത്തപ്പഴം പാലിൽ സോക്ക് ചെയ്തതുണ്ട്, 2ാം പാലാണ് ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ പാലക്കാട് നിന്നും ഒരു കണ്ടസ്റ്റന്റ് ഷീല സോമൻ. പാലക്കാട് പട്ടാമ്പിക്കടുത്ത് തൃത്താല, ആലൂർ. ഇവരെല്ലാം പുലികളുടെ കൂട്ടത്തിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. ഭയങ്കര പാചക അല്ലേ? ചേച്ചി എല്ലാവരും അറിയുന്നവരാണല്ലോ. അതെ. എനിക്കിപ്പോ ഇവിടെ ഒരുപാട് പേരെ അറിയാം. സ്ഥിരമായിട്ട് കോമ്പറ്റീഷനിൽ വരുന്ന ആൾക്കാരാണ്. കുറെ വർഷമായി നമ്മളൊരു പാഷനാണിത്. അതാണ്. ആദ്യമൊന്നും ഇവർ എത്ര പ്രാവശ്യം വിൻ ചെയ്താലും അവർ വീണ്ടും അവര് അറിയാണ്ട് അല്ലേ? ഞങ്ങളിലൊക്കെ എന്തായാലും കൊള്ളാം. സന്തോഷം, വന്നതിൽ വളരെ സന്തോഷം. പക്ഷേ തനി നാടൻ തന്നെ ഞാൻ എല്ലാത്തിലും പരീക്ഷിക്കാറുള്ളൂ. അതിൽ രുചി കണ്ടുവരും, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും. ഇന്നിപ്പോ എന്താ പ്ലാൻ ചെയ്തത്? ഇന്ന് ഞാൻ കടലപ്രഥമൻ നമ്മളെ ഒരു ട്രഡീഷണൽ പായസമാണ്. അത് അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, അതിൽ ഞാൻ പിന്നെ ക്യാരറ്റ് ഇട്ടു. പിന്നെ ക്യാരറ്റ്, പിന്നെ നുള്ളിപ്പുട്ട് പറയും. വയനാട്ടുകാരുടെ ഒരു പ്രധാന ഒരു ഇതാണ് നുള്ളിപ്പുട്ട്. നുള്ളിപ്പുട്ട് പറഞ്ഞാൽ പഴം കൂടുതലും, ചെറുപഴം കൂടുതലും, ഏത് പഴം ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് അരിപ്പൊടി, കുറച്ച് ഏലക്കും കൂടി ഇട്ടിട്ട് നമ്മൾ നുള്ളിയിട്ട് ഇടുന്നതിനാണ് നുള്ളിപ്പുട്ട് പറയുക. അതും കൂടി ചേർത്താൽ നല്ല കേട്ടിട്ട് നല്ല തോന്നുന്നു അല്ലേ? കഴിക്കാൻ തോന്നുന്നു. അതെ. അപ്പോൾ ഉണ്ടാക്കുക അടിപൊളിയായിട്ട്. ഓൾ ദി ബെസ്റ്റ്. ശരി. നെയ്യിട്ടിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് ചേർക്കാം. ഇതിൻ്റെ ഒരു പച്ചച്ചോവ മാറണം, നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു മാറി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സോക്ക് ചെയ്ത് വെച്ച ഈത്തപ്പഴം ഇടണം. ഇനി നമുക്ക് ശർക്കര ചൂടാക്കാൻ വയ്ക്കാം. നല്ല മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ക്യാരറ്റിലും കൂടിയിട്ട് നമുക്ക് ഇടണം. നല്ല വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർക്കണം. നന്നായിട്ട് കടല നല്ല വേവണം, അല്ലെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് വെച്ച് പിന്നെ കടല അങ്ങനെ കെടുക്കും. രണ്ടും കൂടിയിട്ട് നല്ല യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലിൽ നല്ല ഈത്തപ്പഴം നല്ല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം. നമുക്ക് അതിനോടൊപ്പം തന്നെ 2ാം പാലാണ് ചേർക്കുന്നത്. 2ാം പാൽ ആവശ്യത്തിന് ചേർക്കണം. എന്തായി? ഇതിപ്പോ 2ാം പാൽ ചേർത്തു. എന്താ പറയുക, നമ്മളെ കടലപ്രഥമന്റെ പ്രത്യേകത 2ാം പാൽ ശർക്കര ലാസ്റ്റ് ചേർക്കും. 2ാം പാൽ നല്ല കുറുകി വരുമ്പോൾ ശർക്കര ചേർക്കും. അത് നമ്മൾ വാങ്ങി വെക്കാൻ നേരത്തെ പിന്നെ തൻപാൽ ചേർക്കും. ഇത്രയും സംസാരിക്കുന്നു വിചാരിച്ചു. എന്തായിരുന്നു മാത്രമേ എല്ലാ സംശയങ്ങളും. അപ്പൊ ശർക്കര ചേർക്കുന്നുണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. കടലപ്രഥമൻ പറഞ്ഞ ഓണത്തിന്. പക്ഷെ അതിലിപ്പോ പാലാണോ ആദ്യം ചേർക്കുന്നത്? ആദ്യം നമ്മൾ നെയ്യിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് നല്ല വഴറ്റണം. നല്ല വഴറ്റിയിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് അത് നല്ല നെയ്യിൽ നല്ല അതിൻ്റെ പച്ചച്ചവ മാറണ വരെ, വെള്ളം വറ്റുന്ന വരെ നമ്മൾ നല്ല നെയ്യിൽ വഴറ്റണം. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ 2ാം പാൽ ചേർക്കണം. 2ാം പാൽ ചേർക്കണം. പിന്നെ ശർക്കര ചേർത്ത പിന്നെ വേവില്ല, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ നമ്മൾ പറയലോ, അങ്ങനെ. 2ാം പാലും കഴിഞ്ഞ് ശർക്കര ചേർക്കും. പിന്നെ 1ാം പാല് സംതിങ് ഡിഫറെന്റ്, വേറൊരു സ്റ്റൈലാണ്. ആവശ്യത്തിനുള്ള ശർക്കര പാനി ചേർത്ത് മുന്തിരി ചേർത്തിട്ട് നമുക്ക് ഇതിൽ ചേർക്കാം. നെയ്യ് നല്ല ചൂടായിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് നുള്ളിപ്പുട്ട് ഇത് കുറേശ്ശെ ചേർക്കാം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണത്. ലാസ്റ്റ് നമ്മൾ പായസം റെഡിയായിട്ട് വരുമ്പോൾ ഈ നുള്ളിപ്പുട്ട് ഇടണം. അതിങ്ങനെ കിടക്കും. അത് നല്ല ഇതിൽ കിടന്നിട്ടൊന്ന് സോക്ക് ചെയ്താൽ നല്ല പായസമാവും. ഇവിടെ നുള്ളിപ്പുട്ട്
കടലപ്രഥമൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ളൊരു തനി നാടൻ ട്രഡീഷണൽ കടല പായസമാണ്. ഈസ്റ്റേൺ മധുരം പായസറാണി മത്സരം പുരോഗമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വളരെ മനോഹരമായ കുക്കിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 6 കണ്ടസ്റ്റൻസും റെഡിയാണ് ടേസ്റ്റിംഗ് റൗണ്ടിലേക്ക്. എന്താ പറയണു കൃഷ്ണ? നമുക്കിനി നമുക്ക് തുടങ്ങാം. കാരണം നമ്മൾ ലേറ്റ് ആക്കാം. ഓക്കെ ഓക്കെ, യാ വിൽ കോൾ ദം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ തുടങ്ങിയാലോ? ഷെഹല ഇക്ബാൽ ഫ്രം കോട്ടക്കൽ, മലപ്പുറം. പല സ്റ്റേജസിലൂടെ കടന്നു പോയതാണ്, കണ്ടതാണ്. ഇതിൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് പച്ചക്കായാണെന്ന് പറഞ്ഞു. ഓക്കെ, അടക്ക് പകരം. യെസ്, ചെറുപരിപ്പും അല്ലേ? ചെറുപയർ പരിപ്പ് നല്ല വേവിച്ചിട്ട് വെരി നൈസ്, വെരി ടേസ്റ്റി അല്ലേ? കടിക്കാൻ കിട്ടുന്നുണ്ട് പച്ചക്കായ, ചെറുപരിപ്പും നെയ്യുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരമൊക്കെ കറക്റ്റാണ്. ഇറ്റ്സ് ഗുഡ്. ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല. ഇല്ല, വെക്കുക. ഞാൻ പരീക്ഷണം നടത്തിയിരുന്നു വീട്ടിൽ നിന്ന്. പരീക്ഷ നോക്കി പിറ്റേ ദിവസം വരെ ഫിറ്റ്നസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ഒരു 10 മണിക്ക് ചെയ്ത് പിറ്റേന്ന് ഒരു 5 മണിക്കും നല്ല ഫ്രഷ് തന്നെ ഉണ്ടായിരുന്നു. എന്ത് വേണം, അടിപൊളി. ഓക്കെ, ഗുഡ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, താങ്ക് യു. യെസ്, അടുത്ത ആള് ലക്ഷ്മി നാരായൺ. സാധാരണ കടും പായസം ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നതാണ് ജനറലി. അതുകൊണ്ട് ആരും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാറില്ല ഈ ഒരു പായസ മത്സരമൊക്കെ. സത്യം, നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പാകത്തിന് വെന്തിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കെയർഫുള്ളാണ്. എല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റ് പാകം ഇട്ടുണ്ട് നന്നായിട്ട് എല്ലാം. ഇറ്റ്സ് വെരി നൈസ്. തേങ്ങ നല്ല കഞ്ചിയായിട്ടുണ്ട്. കൊള്ളാം, വളരെ ഗംഭീരം. ചെറിയ സമയത്തിൽ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത വിളിക്കാൻ ശേഷി ഷീല സോമൻ ഫ്രം പാലക്കാട്. പാലക്കാടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇതാ വരുന്നു. സ്ഥിരം വിന്നറാണ്. അപ്പം ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് നോക്കുന്നത്. അടിപൊളിയായിട്ട്. ഇത് നമ്മളുടെ പായസം ട്രഡീഷണലാണ്, പക്ഷേ കടലപ്പായസം വിത്ത്. അതെ അതെ, ഈ ഇതൊക്കെ ഉണ്ടോ? എന്താണ്? നുള്ളിപ്പുട്ട്. നുള്ളിപ്പുട്ട്, വയനാട് നുള്ളിപ്പുട്ട് നെയ്യിലാണ് വഴിട്ടുണ്ട്. ഓ നൈസ്. അതിൻ്റെ അകത്തേക്ക് പിന്നെന്താ, ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്. ആ നുള്ളിപ്പുട്ട് ഇട്ടത് നന്നായി. ഹൈലൈറ്റ്. അതെ, അതിന് പേര് ഞങ്ങളുള്ള പേരിന് നുള്ളിപ്പുട്ടെന്നല്ലേ? അതെ, അതാണ് കടലപ്രഥമൻ. പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അതിലിങ്ങനെ ഇടാറില്ല. പക്ഷെ എൻ്റെതായ ശൈലിയിൽ ഞാൻ ഇട്ടു. ക്യാരറ്റ് ഇട്ടതിൽ പ്രത്യേകിച്ച് പറയാനില്ല, പക്ഷെ ദിസ് ഇസ് അതെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ആ പഴത്തിന്റെ ടേസ്റ്റ് ഒക്കെ നല്ല കിട്ടുന്നുണ്ട്. എക്സലന്റ്, നൈസ്, താങ്ക് യു. ആള് നല്ല രസികയാണ് സംസാരം. ഒറ്റ വാക്കാ സംസാരിച്ചുള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞു. ഷെഹന ഷാജു. ആലപ്പുഴയിൽ നിന്ന് വന്ന ആളാണ്, ആലപ്പുഴയെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്ത് പായസമായിരുന്നു അത്? നമ്മള് ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. യെസ്, നട്ട്സും ചേർത്തിട്ട്. ഇതാണോ അതിന്റെ കൺസിസ്റ്റൻസി? അതെ, ഇത് തണുപ്പിച്ച് കോൾഡ് ഡെസേർട്ട് പോലെ ടേസ്റ്റ്.
തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൽ നട്ട്സൊക്കെ ക്രഷ് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട്, സാഫ്രോൺ ചേർത്തിട്ടുണ്ട്. നല്ലതാ, പക്ഷേ ഒരു പൊടിക്ക് മധുരമാവാൻ തോന്നുന്നു അല്ലേ? ഷുഗർ കുറച്ചാണ് കേട്ടോ. ഓക്കെ, ഇത് കണ്ടൻസ് മിൽക്ക് ചേർത്തു. കണ്ടൻസ് മിൽക്ക് കൂടാണ്ട് ഷുഗർ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഷുഗർ കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ വിത്ത് നല്ല പെർഫെക്റ്റ്. പക്ഷെ നല്ല കേട്ടോ, ടേസ്റ്റ് വൈസ് ഒക്കെ നല്ലതായിട്ടുണ്ട്. ഫ്ലേവറും ഒക്കെ തണുപ്പിച്ച് കഴിക്കാൻ ഇത് ഹെൽത്തി വൈസ് നോക്കുമ്പോൾ നമുക്ക് ഷുഗർ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് ചേർത്തേക്കുന്നത്. നട്ട്സ്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും. അതുകൊണ്ട് ഞാൻ നോർമലായിട്ട് പുഡിംഗ് പോലെയൊക്കെ നമുക്ക് നല്ലതായിരിക്കും. ഒരു ഹോട്ട് പായസത്തിനെക്കാട്ടിലപ്പുറത്തേക്ക് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഡെസേർട്ട് ആയിട്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താഹിറ സിദ്ദിഖ്. താഹിറ സിദ്ദിഖ് ഫ്രം തലശ്ശേരി. തലശ്ശേരിക്കാർ എല്ലാം ഭയങ്കര പാചകക്കാരാണ്, ബേസിക്കലി എക്സ്പേർട്സ്. ഞാൻ കേറ്ററിംഗ് നടത്തുന്നുണ്ട്. കേറ്ററിംഗ് ഉണ്ടല്ലേ? കേറ്ററിംഗ് നടത്തിയിട്ട് ഒരു മോളെ ഡോക്ടറാക്കി, ഒരു മോളെ എഞ്ചിനീയർ ആക്കി, ഒരു മോളെ കല്യാണം കഴിച്ച് വെച്ചു കൊടുത്ത്. ഓക്കെ, ഭർത്താവ് മരിച്ചിട്ട് 15 വർഷമായി. ഇതാണ് അപ്പോൾ ഈ ഒരു അതിന്റെ മൊത്തം ബാക്ക്ഡ്രോപ്പ് ആഹാരമാണ്. എനിക്ക് ചെറുതിലേ ഭയങ്കര ഇഷ്ടമാണ് ആഹാരത്തിനോട്, പാചകം ചെയ്യാനെല്ലാം. ഇതൊരു സ്ഥാപനമായിട്ട് അതിന് പേരുണ്ടോ? കേറ്ററിംഗ് അമ്മായി അപ്പത്തരങ്ങൾ. അമ്മായി അപ്പത്തരങ്ങൾ, അടിപൊളി പേര്. തലശ്ശേരി. തലശ്ശേരി. ഓക്കെ, കൊള്ളാം. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, താഹിറയുടെ, അതെ ശരിക്കും താഹിറയുടെ തന്നെ ഒരുപാട് ക്ലയൻസ് ഉണ്ടാവും അല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന്? വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന. എന്താണ് സ്ട്രോങ് പോയിന്റ്? ബിരിയാണി, പലഹാരങ്ങൾ. പിന്നെ നമ്മളെ എൻഗേജ്മെന്റിനെല്ലാം ഇപ്പം മുട്ടസിർക്കാം, നെയ്പ്പത്തല്, പൊറോട്ട, പിന്നെ ബട്ടൂരി, അങ്ങനെല്ലാം എല്ലാം. എത്ര വർഷം എങ്ങനെ ചെയ്യുന്നു? ഞാൻ 14 വർഷമായി. 14-15 ഇയേഴ്സ് ബാക്ക് ഹസ്ബൻഡ് മരിച്ചു. ഇപ്പോൾ പായസം എന്തായിരുന്നു? നമ്മൾ ശംഖുപുഷ്പം. അപ്പോൾ ഇനി അതിൻ്റെ ടേസ്റ്റിങ് മതി. കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ശംഖുപുഷ്പത്തിൻ്റെ കൂടെ. വെരി നൈസ്, നല്ല ഫ്ലേവേഴ്സ്, പലതരം ഫ്ലേവേഴ്സ്. ഇത് തോന്നുന്നു അല്ലേ? ഇത്രയും നേരം കിട്ടാത്തൊരു ഫ്ലേവർ. അതെ, എക്സാക്ട്ലി. ഇതുവരെ കഴിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഒരു സ്പൂൺ കൊണ്ടെടുക്കുന്നുണ്ട്. അത്ര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ താങ്ക് യു. ജംസിയ തനൂർ. അഗൈൻ മലപ്പുറം. പ്ലീസ്. കസ്റ്റർഡ് ആപ്പിൾ പായസം അല്ലേ? വാവ്, കസ്റ്റർഡ് ആപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അത് പായസമായി മാറുമ്പോൾ എങ്ങനെയുണ്ടാവും? അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ടല്ലേ? എന്തായിരുന്നു അത്? മഷ്റൂം ഉണ്ട്. മഷ്റൂം ഉണ്ട്. പിന്നെ മുക്കുറ്റി, മില്ലറ്റ് എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു കോമ്പിനേഷനാണ്. മലപ്പുറത്തുനിന്ന് വന്നതിൻ്റെ കാരണം പറഞ്ഞു. ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ കസ്റ്റർഡ് ആയതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് കിട്ടിയിരിക്കുന്നത് അല്ലേ? പിന്നെ അവലും, മില്ലറ്റ് അവലും നല്ല തിക്കാണ്. എക്സലൻറ്റ്, അടിപൊളി ഫ്ലേവർ, വേറെ ലെവലാ. താങ്ക് യു. പറയാതിരിക്കാൻ വയ്യ, വളരെ നന്നായിരുന്നു, ഗംഭീരം. തണുപ്പിച്ചാൽ ഇതിനേക്കാളും ടേസ്റ്റ്. തണുത്തിരിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലാവും. നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. വെൽക്കം ടു ഈസ്റ്റേൺ മധുരം പായസറാണി, പവർഡ് ബൈ മുത്തൂറ്റ് ഫിനാൻസ് and Ramraj Dhotis Shirts and Vests in association with Swayamvara Silks, Indira Dairy and Hantex. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടേസ്റ്റിംഗ് റൗണ്ട് കഴിഞ്ഞു. ഞങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. നിങ്ങൾ പറയൂ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 6 പേരെ എക്സലൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് 3 പേരല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ഓരോ ടേബിളിൽ പോലും ഡിഫറെന്റ് ടേസ്റ്റ്. അതെ, സത്യം, റിയലി. അപ്പോൾ നമ്മളൊരു നേരിയ ഡിഫറൻസ് നോക്കാം എന്ന് വിചാരിക്കുന്നു. അതായത് കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എന്താ പറയുക, എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെ ഒന്ന് ടേസ്റ്റ് വൈസ് മാത്രമല്ല, എല്ലാം കൊണ്ട് നമ്മൾ കുറച്ച് അതെ ഒരു വൗ ഫാക്ടറും കൂടി നമ്മൾ നോക്കി. ഓക്കെ, ഇതെന്താ പറയുക,
അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ വിളിക്കുന്നത് ജംസിയ താനൂർ. യെസ്, നെക്സ്റ്റ് റൗണ്ട് ജംസിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആള് താഹിറ. ഇപ്പോഴും സന്തോഷമില്ലല്ലോ, താഹിറയുടെ ഒത്തുല്ലേ, അത്ര എക്സ്പ്രസീവ് അല്ല കാര്യങ്ങൾ പറയുമ്പോൾ. ഓക്കെ, സന്തോഷം ഉണ്ടല്ലേ ഉള്ളിൽ. ഓക്കെ, ഹാപ്പി. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ആള് ഷീല സോമൻ. അത് സ്വാഭാവികമായിട്ട് വളരെ എക്സ്പ്രസീവ് ആളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും മോശമല്ല. ബാക്കി 3 ആൾക്കാരും എല്ലാവരും നല്ലത് തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. പിന്നെ നിങ്ങൾക്കായിട്ട് ഈസ്റ്റേൺ കുറച്ച് ഗിഫ്റ്റ് ഹാമ്പർ, ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഇത് ആദ്യം തരുന്നു. അല്ലാണ്ട് നിങ്ങൾക്ക് വലിയ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് വരുന്നുണ്ട്. അത് നമ്മുടെ വാലഡിറ്ററിക്കായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈസ്റ്റേൺ മധുരമാണ് നമ്മളുടെ മെയിൻ സ്പോൺസേഴ്സ്. ഈസ്റ്റേൺ മധുരം ഉണ്ടെങ്കിൽ എന്താ പറയുക, ഓണസദ്യ പെർഫെക്റ്റ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗോതമ്പുണ്ട്, ഗോതമ്പ് പായസം, പരിപ്പ് പായസം, പാലട പായസം ആൻഡ് സേമിയ പായസം. ജസ്റ്റ് പാല് മാത്രം ചേർത്താൽ മതി. 20 മിനിറ്റ് കൊണ്ടും 30 മിനിറ്റ് കൊണ്ടും പായസം റെഡി. പിന്നെ എന്ത് വേണം? പ്ലീസ് കം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരം വളരെ രസകരമായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാം നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഓണത്തിന് ഇവരെല്ലാം ഉണ്ടാക്കിയ പായസം എക്സലൻ്റ് ആണ്. അതിലേത് റെസിപ്പി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഓണം കെങ്കേമമാക്കുക. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. Gift sponsored by UTNSL, Slice, Stir and Serve, The Kerala Handlooms, Balaramapuram, Trivandrum, Dr. Lakshmi Nayar's Ornaments Courtesy, Abharanam by Anuradha Nayar, Ace Fort, Trivandrum, Dr. Lakshmi Nayar's Costume Courtesy, The Kerala Handlooms, Balaramapuram, Trivandrum.